കിളിക്കൂടിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നിധിയൊക്കെ ആണെങ്കിൽ ആകെ നമ്മളെ നികേഷിനെ കാണാതെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും. അപ്പോഴത്തേക്ക് നിധിക്കാണെങ്കിൽ പണ്ട് നമ്മൾ നികേഷ് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നികേഷിൻ്റെ അടുത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, നമ്മൾ കോളേജിൻ്റെ അടുത്ത് ബീച്ച് ഉണ്ടായിട്ട് പോലും അവിടെ പോകാത്ത കുട്ടികളുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ഇവിടെ അടുത്താണെങ്കിൽ നമുക്കൊരു ബീച്ചുണ്ട്, വലിയ തുറ ഒരു ബീച്ചുണ്ട്. അപ്പോൾ അതിന് കുറച്ച് അങ്ങോട്ട് മാറിയൊരു പാറക്കെട്ടുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ വലുതായിട്ട് ആളും കാര്യങ്ങളൊന്നും കാണത്തില്ല. അവിടെ ഞാൻ ചിലപ്പോഴൊക്കെ പോയി അവിടെ പോയി ഇരിക്കും. അവിടെ നമ്മൾ കുറച്ച് നേരം കടൽ നോക്കിയൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നിധി ചോദിക്കും, അതിന് വേണ്ടി നിനക്ക് ഇത്ര എന്തുവാടാ വിഷമം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, അത് ഇവിടെ വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇടയ്ക്കൊക്കെ അടിയും വഴക്കൊക്കെ ആകുന്ന സമയത്താണെങ്കിൽ വിഷമം വരും. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ അവിടെ പോയി കുറേ നേരം ഇങ്ങനെ കടൽ നോക്കിയിരിക്കും. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമൊക്കെ വന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നികേഷ് ഇങ്ങനെ പറയും, ഏട്ടത്തി ഇപ്പോൾ വന്നതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ വലിയ കുഴപ്പവും അടിയും വഴക്കൊന്നും ഇല്ലാത്തതെന്നൊക്കെ ഇങ്ങനെ പറയാതെ നിധിക്കാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സമയത്താണെങ്കിൽ നിധിയാണെങ്കിൽ അപ്പോഴേ വിളിച്ച് നമ്മളെ സുധീഷിന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത്രയും ഉറപ്പ് എന്താണൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ നിധി പറയുന്നുണ്ട്, ഒന്ന് പോയി നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ നമ്മളെ സുഭാഷിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ നമ്മളെ സുഭാഷ് പറയുന്നുണ്ട്, ശരി വാ നമുക്ക് പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇവർ രണ്ടുകൂടെ നേരെ അങ്ങോട്ട് പാറ കിടക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ സുധിയാണെങ്കിൽ അവിടെ നിന്നിട്ട് നികേഷ് എന്നൊക്കെ വിളിച്ചിട്ടാണെങ്കിലും ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ടാണെങ്കിൽ വീണ്ടും അവരങ്ങോട്ട് തന്നെ അന്വേഷിച്ച് പോകുന്നുണ്ട് നമ്മളെ നികേഷിനെ. ആണെങ്കിൽ നമ്മളെ സുധിയൊക്കെ കാണുന്നുണ്ട്, അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നികേഷിനെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ നേരെ നികേഷിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ കടലിൽ നോക്കി ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ കോളേജ് വിട്ടാൽ സാധാ നേരെ വീട്ടിലാണല്ലോ വരുന്നത്, ഇന്നെന്താ ഇപ്പം വീട്ടിലോട്ട് വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നീ ഇവിടെ വന്നിരിക്കുന്നതെന്നെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആണെങ്കിൽ ഞാൻ കുറച്ച് കപ്പലിൻ്റെയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേനെങ്കിൽ എന്നൊക്കെ നമ്മളെ സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്. സുധീഷ് ചോദിക്കണ്ടല്ല, നിനക്ക് രാത്രിയാണെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണല്ലോ, അപ്പം ഇപ്പം നീ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിനക്ക് പേടിയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സുധീഷ് പറയുന്നുണ്ട്, അല്ല കോളേജ് വിട്ടിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിൽ എത്തേണ്ട പയ്യനാണെങ്കിൽ രാത്രി 8 മണിയായിട്ടും വീട്ടിലെത്തിയില്ലെങ്കിൽ പിന്നെ അന്വേഷിച്ച് ഇറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നികേഷിനാണെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നികേഷ് പറയും, സോറി ഏട്ടാ എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, അതിനിപ്പം നിനക്ക് എന്താണ് പറ്റുക, നീ ഇത്രയും നാൾ അറിയാത്തൊരു കാര്യം നീ അറിഞ്ഞ അത്രയല്ലേ ഉള്ളൂ, അല്ലാതെ നീ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ സുധീഷാണെങ്കിൽ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ നികേഷാണെങ്കിൽ സുധിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പം സുധീഷ് പറയുന്നുണ്ട്, അപ്പം നിനക്ക് ഇങ്ങനെ വിഷമോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു, നമുക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നത്. നമ്മൾ സുധിയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ നിനക്ക് ആലോചിച്ചിടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിലും നമ്മളെ സുധിയാണെങ്കിൽ ഒരു മൂലയിലിരുന്ന് കരയുന്ന സുഭാഷിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷാണെങ്കിൽ ഓടിപ്പോയിട്ടാണെങ്കിൽ സുഭാഷിൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധിയെ വിളിക്കുന്നുണ്ട്, വിളിച്ചിട്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, കണ്ട അവനെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുധീഷ് പറയുന്നുണ്ട്, താൻ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ അവൻ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ 1 മണിക്കൂറിനകത്ത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുന്ന നമ്മളെ നിധിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഹരീഷിനെയും കൂടെ വിളിച്ച് പറയണേ, അവനിക്കാണെങ്കിൽ സമാധാനമാവും. അപ്പോൾ നമ്മൾ ഹരീഷാണെങ്കിലും നമ്മളെ നികേഷിനെ അന്വേഷിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നിധി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അച്ഛൻ്റെ അടുത്തും കൂടെ പറയട്ടെ, അപ്പോൾ അച്ഛനിക്കും സമാധാനമാവും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നികേഷ് ആണെങ്കിൽ നമ്മളെ സുഭാഷിൻ്റെ അടുത്ത് ഒരുപാട് മാപ്പും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിനക്ക് വിഷമങ്ങളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ നീ ഞങ്ങൾക്ക് പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഹരീഷിനെ കാണിക്കുന്നുണ്ട്. ഹരീഷാണെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ടെൻഷനൊക്കെ അടിച്ചിട്ട് ഹരീഷ് ഇങ്ങനെ നടക്കുക. ആ സമയത്താണെങ്കിൽ നിധിയാണെങ്കിലും ടെൻഷൻ അടിച്ച് ഇരിപ്പുണ്ട്. പിന്നെ ആണെങ്കിലും നമ്മളെ അച്ഛനാണെങ്കിൽ ഒരു പാട്ടൊക്കെ വെച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ഹരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ഹരീഷാണെങ്കിൽ പോയി ആ റേഡിയോ എടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയുന്നുണ്ട്, ആഹോളുണ്ട് സമാധാനം ഈ റേഡിയോ ആയിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ അതും ആണെങ്കിൽ ചീത്തയാവാനായിട്ട് ഇരുന്നതായിരുന്നു, അപ്പോൾ അതും ഒരു അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ഭാസ്കരനാണെങ്കിൽ ആ റേഡിയോ എടുത്തിട്ടാണെങ്കിൽ പാട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പം നമ്മളെ ഹരീഷിനാണെങ്കിൽ വീണ്ടും ഭയങ്കര ദേഷ്യം സഹിക്കാൻ വയ്യാതെ നിൽക്കുക. അപ്പോഴത്തേക്കാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കും നമ്മളെ സുഭാഷും ആണെങ്കിൽ അങ്ങോട്ട് കാറിൽ വരുന്നുണ്ട് കേട്ടോ. വരുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ ഹരീഷാണെങ്കിൽ ഓടിപ്പോയാണെങ്കിൽ നമ്മൾ നികേഷിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ സുഭാഷിനെയും കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹരീഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ നികേഷിൻ്റെ അടുത്താണെങ്കിൽ. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ടടാ അവൻ്റെ അടുത്ത് ചോദിക്കേണ്ട, അവൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ
അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട്, രാവിലെ തൊട്ട് ഞാൻ നിൻ്റെ ഓരോ കൂട്ടുകാരുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുമൊക്കെ നിന്നെ അന്വേഷിച്ചൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നിധി പറയുന്നുണ്ട്, അല്ല നീ വന്ന സമയത്താണെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടി മറന്നു. കാര്യവശാൽ നീ ആണെങ്കിൽ വലിയ വീരനായകനെ കണക്കല്ലേ തിരിച്ച് വന്നത്. ഏട്ടന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി പോയിട്ടാണെങ്കിൽ ഇപ്പം ഏട്ടന്മാർ തോറ്റ്, നീ ആണെങ്കിൽ ജയിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇത് കേൾക്കുന്ന നികേഷിനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.